പ്രിയരെ, ലഹരി വിൽപ്പന ശൃംഖല ചുറ്റും കണ്ണികൾ മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. നമ്മുടെ യുവതലമുറ അറിഞ്ഞോ അറിയാതെയോ തന്നെ ലഹരിക്ക് വശമതരായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഓരോ വ്യക്തികളും ജാഗരൂകരാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒരു ധർമ്മയുദ്ധത്തിനായുള്ള സമയം അടുത്തിരിക്കുന്നു. ഹ്രസ്വനാടകം ശംഖധ്വനി. രചനാ സംവിധാനം KG ശ്രീകുമാർ. രംഗത്ത് C ഋഷികേശൻ, M ലതികരൻ, AV വിജയൻ, കുമാരി നിത റഫി. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ദേവനന്ദ S. ഗാനരചന KG ശ്രീകുമാർ. സംഗീതം G ഗോപകുമാർ. ആലാപനം AV വിജയൻ. ഏവരുടെയും ശ്രദ്ധയെ ഈ ചെറുനാടകത്തിലേക്ക് ക്ഷണിക്കുന്നു. മോളെന്താ ഒറ്റയ്ക്കിരിക്കുന്നേ? സ്കൂളിൽ പോണ്ടേ? അത് സ്കൂൾ ബസ് മിസ്സായി. ബസ് മിസ്സായോ? അപ്പോ വീട്ടിൽ പോയല്ലേ വേണ്ടത്? പേടിയാണ്. അമ്മ വഴക്കു പറയും, തല്ലുകയും ചെയ്യും. അതെന്താ? അമ്മയ്ക്ക് മോളോട് സ്നേഹമില്ലേ? അത് കുഞ്ഞുന്റെ അമ്മയല്ലേ? ഓഹോ, അപ്പോ മോളുടെ അമ്മയോ? എന്റെ അമ്മ മരിച്ചുപോയി. ഇതച്ഛൻ കൊണ്ടുവന്ന പുതിയ അമ്മയല്ലേ? ഓ സോറി മോളു. ശരി, മോളുടെ പേരെന്താ? മിനിക്കുട്ടി. അമ്മ എന്നെ മീനൂട്ടി എന്നാ വിളിച്ചിരുന്നേ. സ്വീറ്റ് നെയിം. അങ്ങളുടെ വീട്ടിലും മിന്നുട്ടിയെ പോലെ ഒരു കുഞ്ഞു മാലായിക്കുണ്ട് കേട്ടോ. ശരി, മോളുടെ അച്ഛനെന്താ ജോലി? അച്ഛൻ കമ്പനിയിലായിരുന്നു, ഇപ്പൊ ജോലിയില്ല. അച്ഛന്റെ ജോലി എങ്ങനെ പോയേ? പിരിച്ചു വിട്ടതാ. കുടിയല്ലേ? മിന്നുട്ടിയെ അച്ഛന് വലിയ ഇഷ്ടാ അല്ലേ? സ്നേഹാണ്. കുടിച്ചൊടിച്ച് ബോധം വേണ്ടേ? ഓക്കെ. മിന്നുട്ടിക്ക് മിഠായി ഇഷ്ടല്ലേ? എനിക്ക് മിഠായി ഒരുപാട് ഇഷ്ടമാണ്. അങ്കിളിന്റെ വീട്ടിലെ മാലാവിക്ക് വേണ്ടി വാങ്ങിയതാ. ദാ മോളും എടുത്തോളൂ. എനിക്ക് പേടിയാ. പേടിയോ? എന്തിനാ പേടിക്കുന്നേ? ഇത് കഴിച്ചാ മിന്നുട്ടിയുടെ പേടിയെല്ലാം മാറും. മിടുക്കി കുട്ടി. ദാ എടുത്തോ. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? നല്ല മിഠായി. മോളുടെ കൂട്ടുകാർക്ക് ഇഷ്ടമാവും. ഇനിയും എടുത്തോ. അവർക്കും കൊടുക്കണം കേട്ടോ. സ്കൂൾ സമയം കഴിയുന്നവരെ നമുക്കൊന്ന് ചുറ്റിയിട്ട് വന്നാലോ? പോണ വഴിയില്ലേ വീട്ടിൽ കയറി അങ്ങളുടെ മോളെയും കൂട്ടാം. എനിക്ക് വീട്ടിൽ പോണം. വീട്ടിൽ പോയാൽ അമ്മ വഴക്ക് പറയില്ലേ? നല്ല തല്ലും കിട്ടും. ഇവിടെ ആകുമ്പോൾ ആരും വഴക്ക് പറയില്ല. നമുക്ക് സന്തോഷമായിട്ട് ചുറ്റിട്ട് വരാം. എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നേ? അങ്കിളില്ലേ കൂടെ? എൻ്റെ മോളെ പോലെയല്ലേ നീ എനിക്ക്. നമുക്ക് പാർക്കിൽ പോവാം, കളിക്കാം, ഐസ്ക്രീം കഴിക്കാം, ഒരുപാട് കാഴ്ചകൾ കാണാം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടാ. അതെയോ? അങ്കിൾ റെഡി. എന്നാ പോയാലോ? കൊച്ചിയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലീൻ സ്റ്റേറ്റ് ഓപ്പറേഷനെ തുടർന്ന് ഒരു രാത്രി കൊണ്ട് 37 പേർ അറസ്റ്റിൽ. രാമപുരത്ത് സിഗരറ്റ് വാങ്ങാൻ കാശ് കൊടുക്കാത്തതിനെ തുടർന്ന് മകൻ അച്ഛനെ കുത്തി. അമ്മ ഓടി രക്ഷപ്പെട്ടു. മയക്കുമരുന്നിന് അടിമയായ കാമുകനിൽ നിന്നും രക്ഷ നേടാൻ ശ്രമിച്ച കാമുകിക്ക് കുത്തേറ്റു. ഇപ്പൊ നാട്ടിൽ ഇതുപോലുള്ള വാർത്തകളെ കേൾക്കാനുള്ളൂ. അതെ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? കോട്ടയം മിനിക്കുട്ടിയുടെ തിരോധാനം ദുരൂഹത തുടരുന്നു. അത് നമ്മുടെ തെക്കെടുത്ത കൊച്ചല്ലേ? അതെ. കോട്ടയം പ്രാവുങ്കൽ ഗവൺമെന്റ് പ്രൈമറി സ്കൂളിന് സമീപം സ്റ്റേഷനറി കട നടത്തുന്ന ഗോപാലനും കൂട്ടാളി സുശീലനും അറസ്റ്റിൽ. പ്രാവുങ്കൽ തെക്കേടത്ത് വീട്ടിൽ മോഹനന്റെ കാണാതായ മകൾ മിനിയെ തേടിയുള്ള അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം സുശീലനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കാവുംപടി ബസ് സ്റ്റോപ്പിൽ കുട്ടിയെ അവസാനമായി കണ്ടവരുണ്ട്.
സമീപത്തുള്ള ക്യാമറയിൽ നിന്ന് കിട്ടിയ ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നത്. വഴിയിൽ ഒറ്റയ്ക്ക് നിന്ന കുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഇയാൾ ശ്രമിച്ചിരുന്നു. വീട്ടിൽ എത്തുന്നതിന് മുമ്പേ കുട്ടി ഇയാളെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞതായി ഇയാൾ പറയുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ കുട്ടിക്ക് മയക്കുമരുന്ന് കലർന്ന മിഠായി നൽകിയിരുന്നതായും ഇയാൾ കുറ്റസമ്മതം നടത്തി. കുട്ടിയെ ഒരു കാരിയർ ആക്കി മാറ്റാനായിരുന്നു ഇവരുടെ ശ്രമം. കുട്ടിയുടെ തിരോധാനത്തിൽ ദുരൂഹതകൾ ഉള്ളതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നഗരത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന മയക്കുമരുന്ന് ശൃംഖലയുടെ കണ്ണിയായിരിക്കാം ഇവർ എന്ന് സംശയിക്കപ്പെടുന്നു. മയക്കുമരുന്ന് നൽകി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങളുമാകാം ഇതിന്റെ പിന്നിലെന്ന് സംശയിക്കപ്പെടുന്നു. വീടുകളിലെ ശ്രദ്ധക്കുറവും അരക്ഷിതാവസ്ഥയും ഇങ്ങനെയുള്ള സംഘങ്ങൾക്ക് സഹായകരമാകുന്നതായി കണക്കാക്കപ്പെടുന്നു. രക്ഷപ്പെട്ടു പോയെങ്കിൽ അവൾ എവിടെ പോയിരിക്കും? ദൈവമേ, കുട്ടിക്ക് അപകടമൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. ഈ വാർത്തയനുസരിച്ച് ഇതേ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ആ കുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നത്. അതിനർത്ഥം ആക്രമികൾ പല വേഷങ്ങളിൽ നമുക്ക് ചുറ്റുമുണ്ടെന്നല്ലേ? അതെ അതെ, വാർത്തകൾ വായിച്ച് എവിടെയോ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാൻ ഇനി ആവില്ല. ശത്രുക്കൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. പൊതുജനം ഒറ്റക്കെട്ടാവേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഭാവി തലമുറ നശിച്ചത് തന്നെ. മനുഷ്യർ നശിപടർത്തിയ ശൈശവം, മനുഷ്യർ നശിപടർത്തിയ ശൈശവം, ശേഷിക്കുമോ ഇവിടിനി പ്രജ്ഞാശേഷിയുള്ളൊരു തലമുറ, ശേഷിക്കുമോ ഇവിടിനി പ്രജ്ഞാശേഷിയുള്ളൊരു തലമുറ, ശേഷിക്കുമോ ഇവിടിനി പ്രജ്ഞാശേഷിയുള്ളൊരു തലമുറ. പുതിയൊരംഗത്തിന് കാലമായി പൊരുതിടാം പുരുഷാന്തരങ്ങൾ കയുണരാം നമുക്കിന്ന്. പുതിയൊരംഗത്തിന് കാലമായി പൊരുതിടാം പുരുഷാന്തരങ്ങൾ കയുണരാം നമുക്കിന്ന്. ഉന്മയാം ലഹരിയാം ജീവിതം എന്ന മന്ത്രം, ഉന്മയാം ലഹരിയാം ജീവിതം എന്ന മന്ത്രം ഉരുവിടാമെന്നെന്നും ആ വിജയ സംഗീതനം.